കേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പോലീസ് അതിക്രമങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ടാകും. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പതിവ് ശീലമായി തീർന്നിട്ടുള്ള പതിവ് കലാപരിപാടി എന്ന് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയാറുള്ള പോലീസ് സ്റ്റേഷനിൽ ഇടിമുറികളിൽ സാധാരണക്കാർ കേൾക്കേണ്ടി വരുന്ന ക്രൂരമായ മർദ്ദനം, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നവർ ഒറ്റപ്പെടുത്തപ്പെടുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ വിധത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ചില തെളിവുകൾ കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധ സംഗമത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഇത് സംഭവം നടന്നിട്ട് കുറെ ആയില്ലേ, നിങ്ങൾ എപ്പോഴാണോ പ്രതിഷേധിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ അക്രമ പരമ്പര കേരളത്തിൽ അവസാനിച്ചിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയെ ജനാധിപത്യ സമൂഹം നേരിടണം എന്ന കൃത്യമായ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കേൾക്കുന്നത് പുറത്തു വന്നിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. പുറത്തു വന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പുറത്തു വരാത്ത എത്രയോ കേസുകൾ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷെ ഇരിക്കുന്ന പൊതുപ്രവർത്തകരായ ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ചെറിയ അനുഭവമെങ്കിലും നാട്ടിലുള്ള ഏതൊരു പോലീസുകാരന്റെ ഒരു തെറിവാക്ക് കേൾക്കാത്ത സാധാരണക്കാരായ മനുഷ്യർ നാട്ടിൻപുറത്തുണ്ടാവില്ല. ആ വിധം പോലീസ് സേനക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു നാടായി ഈ കേരള നാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ ഒരു പേരുണ്ട്. അതിന്റെ പേര് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ്. ആ ജനമൈത്രിയിൽ നടക്കുന്ന ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ചുള്ള ചില CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പോലീസിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കുറെ മുറകൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ വരുന്നത്. അങ്ങനെ പഠിച്ച മുറകൾ പ്രയോഗിക്കാൻ ഏതെങ്കിലും ഒരു കുറ്റവാളിയായി പിടിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ കോടതിയിലെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ പോലീസുകാർക്ക് സന്തോഷമാണ്. തങ്ങൾ പഠിച്ച മുറകൾ മറന്നുപോകാതിരിക്കാൻ ഒന്ന് മറയിൽ കൊണ്ടുപോയി 2 എണ്ണം കൊടുക്കുക എന്നുള്ളത് അവരുടെ ശീലമാണ്. ആ ശീലത്തിന്റെ ചില അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത് പീച്ചിയിൽ ആക്രമിക്കപ്പെട്ട വ്യവസായിയായ ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞത് അടികിട്ടിയെന്ന് മാത്രമല്ല, ആ അടികിട്ടിയതിനു ശേഷം അതിന്റെ കേസുമായി മുന്നോട്ടു പോകരുത് എന്ന് ആദ്യം ഭീഷണി, അതിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ അനുനയത്തിന്റെ ഭാഷ സ്വീകരിച്ചിട്ട് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ആരെങ്കിലും പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ചു വരുന്ന നിലവാരമേ കേരളത്തിലെ പോലീസിനുള്ളൂ എന്നുള്ളത് ജനാധിപത്യ സമൂഹം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മളാരും പോലീസിനെ കണ്ട് പേടിച്ചോടേണ്ടവരല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് പറയുന്നത്. കേരളത്തിന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജനങ്ങൾ അവർക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തിയാൽ നമ്മുടെ സാമൂഹികമായ നമ്മുടെ പ്രദേശത്തെ സാമൂഹിക അന്തരീക്ഷത്തെ അതിനെ കളങ്കപ്പെടുത്താൻ സംരക്ഷിക്കേണ്ട ചുമതല ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ സേവകരായി പണിയെടുക്കേണ്ടവരാണ് ഇവിടുത്തെ പോലീസ് ഏമാന്മാർ. പക്ഷേ ആ പോലീസിന് സർവ്വവിധ സ്വാതന്ത്ര്യവും നൽകിയിട്ട്
ഇപ്പോ പോലീസാണ് ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധമാണ് നമ്മുടെ ഈ കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പിണറായി വിജയനോടും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്ന പോലീസ് സംവിധാനത്തോടും വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പോലീസ് പുറകൾ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, പരിശീലിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചകം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തെരുവിൽ ജനാധിപത്യ സമൂഹം കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന, ആട്ടിയോടിക്കുന്ന നാളുകളെ കുറിച്ച് നിങ്ങൾ പേടിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. നാട്ടാണ് നെഞ്ച് തീർക്കേണ്ടതല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾ സാധാരണ കോടതിയിൽ പോകുമ്പോൾ അവിടെയുള്ള ജഡ്ജിമാരുടെ മുഖത്തേക്ക് നോക്കും. അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമാണെങ്കിൽ ഞങ്ങൾക്കും സന്തോഷം. കാരണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവധാനതയോട് കേൾക്കാനുള്ള മനസ്സവർക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഇതുപോലെയാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനവും. നിങ്ങളുടെ കുടുംബത്ത് നിങ്ങളുടെ അവിടെയുള്ള നിങ്ങളുടെ ഭാര്യമാരോട് വഴക്കിട്ട് വന്നിട്ട് അതിന്റെ എല്ലാ പ്രതിസന്ധിയും തീർക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ മേലെയാണ് തീരുമാനിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ കേരളത്തിന്റെ ജനാധിപത്യ സമൂഹം തയ്യാറാവുകയില്ല എന്നുണർത്തുവാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. പോലീസുകളുടെ സ്ഥിരം ശൈലിയാണ്. ഒരിക്കൽ എന്റെ പരിസര പ്രദേശത്ത് അയൽവാസിയുടെ ഒരു സഹോദരൻ മദ്യപിച്ച് രാത്രി പ്രശ്നമുണ്ടാക്കി. ഇപ്പൊ പോലീസിനെ വിളിച്ചു നാട്ടുകാർ. അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഞാനിപ്പോ നിങ്ങളെല്ലാവരും മാറി നിൽക്കും, ഞാനൊന്ന് അദ്ദേഹവുമായി സംസാരിക്കട്ടെ എന്ന അവശനായ വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പോലീസ് താങ്കൾ, അല്ലയോ സാറേ, താങ്കൾ അകത്തേക്ക് കയറാൻ പോകുന്ന ഉദ്ദേശം എനിക്കറിയാം, അതുകൊണ്ട് താങ്കളുടെ ഇടിതാങ്ങാനുള്ള കേൾപ്പ മനുഷ്യനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാൾ തിരിച്ചുപോയത്. അതുകൊണ്ട് ആരെയെങ്കിലും മൂലക്ക് കിട്ടിയാൽ ഇപ്പൊ ഒന്ന് നോക്കും, CCTV മോളുണ്ടോ നോക്കും. ആ CCTV ഉണ്ടില്ലെങ്കിൽ നിങ്ങളെ സ്റ്റേഷനിൽ കയറിയോ ഇടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇടിയന്മാരുടെ ഒരു കൂട്ടമായിട്ട് കേരളത്തിന്റെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. കേരളത്തിന്റെ പോലീസ് ഇങ്ങനെ നിർബാധം അവരുടെ അതിക്രമം തുടർന്നുകൊണ്ടിരിക്കുമ്പോ ആരാ നിയന്ത്രിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രിക്ക് എന്താ പണിയെന്നാരും ചോദിക്കരുത്. മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം പണികളുണ്ട്. അവസാനം ഇപ്പോ അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞ കസേരകളോട് പ്രസംഗിക്കേണ്ട ചുമതല വരെയുമുള്ള അദ്ദേഹമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പദവി ഏറ്റെടുത്തിട്ട് ആ പദവി ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ പോലീസ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല നെറുകേടുകളും ക്രൂരമായ നിലപാടുകളും ആ നിലപാടുകളെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം ചോദിച്ചു, എന്താണ് ഈ പോലീസിനെ ഇവിടെ കേരളത്തിന്റെ വിവിധങ്ങളായ പോലീസ് സ്റ്റേഷനിൽ അക്രമങ്ങൾ വിധേയമായിട്ടുള്ള ധാരാളം ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ പ്രതിപക്ഷം ചോദ്യമുയർത്തിയത്. ആ ചോദ്യമുയർത്തിയ സന്ദർഭത്തിൽ ഞാൻ പണ്ടെങ്ങാടും പോയപ്പോ എന്നെ ആക്രമിച്ചത് സ്റ്റാലിന്റെ പോലീസ് അല്ലെന്ന് ന്യായം പറഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തു പറയുമ്പോഴും പടയ വിജയന്റെ വീരഗാഥ പറയുക എന്നല്ലാതെ ഒരു ഉപകാരവും കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കൊണ്ടില്ല. ആരെങ്കിലും പറയുമ്പോഴേക്കും ബ്രണ്ണൻ കോളേജിന്റെ കഥയും കണ്ണൂരിന്റെ തെരുവിൽ നടന്ന കഥയും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ പോലീസിന്റെ ഇടികൊണ്ട കഥയും പറയുന്നു എന്നുള്ളതാണ് പിണറായി വിജയന്റെ ആകെയുള്ള സമ്പാദ്യം. ആ വിജയൻ ആ സമ്പാദ്യം വെച്ചുകൊണ്ട് പറയുകയാണ് കേരളത്തിലേക്ക് പോലീസ് സംവിധാനത്തിൽ നിന്ന് സംവിധാനം തെറ്റായ ദിശയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന്. എന്നിട്ട് പറയുന്നു അവിടെ പോലീസ് സംവിധാനത്തിൽ നിന്ന് കുറച്ചാളുകൾ പുറത്താക്കിയിട്ടുണ്ട്. എന്തിനാ പുറത്താക്കിയ സഖാവേ? പുറത്താക്കിയത് അവർ കുറ്റം ചെയ്തിട്ടാണ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൂരന്മാരായ പോലീസുകാരുടെ ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ പുറത്താക്കണമെന്ന് പറയുമ്പോ
അവരുടെ മനോവീര്യം കെടുത്തല്ലേ എന്നാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറത്താക്കാത്ത ആളുകൾ ഇത്ര ഭീകരന്മാരാണെങ്കിൽ നിങ്ങൾ പുറത്താക്കിയ ആളുകൾ എത്രമാത്രം ഭീകരന്മാരായിരിക്കും എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. വളരെ അഭിമാനത്തോടു കൂടിയാ പറയുന്നത് 142 പേരെ പുറത്താക്കിയെന്നും. ഇങ്ങനെയുള്ള നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം തെരുവിൽ ഇടിക്കുന്ന പാരമ്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ ശീലമാണ്. അതുകൊണ്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്തല്ലോ. അപ്പോ നേരത്തെ ഇവിടെ ഉദ്ഘാടകർ സൂചിപ്പിച്ചതുപോലെ അവർക്ക് മുന്നിലേക്ക് കരിങ്കൊടിയുമൊക്കെയായി കടന്നു വന്ന കുറെ യൂത്ത് കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികളായ കുറെ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ തെരുവിൽ നേരിട്ടത് കേരളത്തിന്റെ പോലീസ് മാത്രമല്ല, തെരുവിൽ നേരിട്ടതോ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സഖാക്കൾ കൂടിയായിരുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചു പിണറായി വിജയനോട്. അന്ന് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് അത് കേരളത്തിന്റെ സംരക്ഷണ സേനയാണ് എന്നാണ്. ആ സംരക്ഷണ സേനയിൽപ്പെട്ട സഖാക്കളും ഇപ്പോ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പോലീസിന്റെ ഇടിവാങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച പിണറായി വിജയൻ കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിക്കുവാൻ കഴിവില്ലാത്ത മന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കഴിവില്ലെങ്കിൽ കഴിയാത്ത പണി നിർത്തിയിട്ട് രാജിവെച്ചൊഴിഞ്ഞു പോകണം. പിണറായി വിജയൻ ഈ ആഭ്യന്തരമന്ത്രി പദവിയിൽ തുടരാൻ അർഹതയില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് രാജിവെച്ചൊഴിഞ്ഞു പോകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപുരസ്സരം ആവശ്യപ്പെടാനുള്ളത്. കേരളം കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ സഖാവിന്റെ ഒരുപാട് വീരേതിഹാസങ്ങൾ കേട്ടവരാണ് നമ്മൾ. പോലീസിനെ കുറിച്ച് പിണറായി വിജയൻ പറയുന്നത് പണ്ട് കോൺഗ്രസിന്റെ കാലത്തും പോലീസ് ഇങ്ങനെ തന്നെയായിരുന്നുവെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇടതുപക്ഷ സർക്കാർ വരുമ്പോ നിങ്ങൾക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട് എന്താണ് സഖാക്കളെ ഞങ്ങൾ വിചാരിച്ചത്. നിങ്ങൾക്ക് പോലീസ് നിയന്ത്രിക്കാൻ ഗഡ്സ് ഇല്ലെങ്കിൽ അത് തുറന്നു പറയാൻ സന്നദ്ധമാകണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള പോലീസിനെ നിയന്ത്രിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല. അതുകൊണ്ട് പിണറായി വിജയൻ നാഗ്പൂരിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അതിന്റെ താക്കോൽ. ഇത് വെൽഫെയർ പാർട്ടി കേരളത്തോട് പറഞ്ഞതാ. ഇപ്പോ നിയന്ത്രിക്കുന്ന ആരാണ്? ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറയുന്നു കേരളത്തിന്റെ പോലീസിൽ ഗ്യാങ് ഉണ്ട്, RSSന്റെ ഗ്യാങ് ഉണ്ട് എന്ന. വത്സൻ തില്ലങ്കേരിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധം ജനാധിപത്യപരമായി ഭരണകൂടം നിലവിൽ വരുന്ന ഈ കേരളത്തിൽ പോലും സാധിക്കുന്നുവെങ്കിൽ, അധികാരം കയ്യിലുള്ള കേരളത്തിൽ സാധിക്കുന്നുവെങ്കിൽ, ഈ പോലീസിന്റെ അധികാരം തിരിച്ചു പിടിക്കാൻ കെൽപ്പില്ലെങ്കിൽ പിണറായി സഖാവിന് രാജിവെച്ച് പുറത്തു പോകാൻ ഇനിയും സമയമായില്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തൊരു ഭീരുത്വമാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല പ്രശ്നം. അദ്ദേഹത്തിന്റെ ചുറ്റും നേരത്തെ പറഞ്ഞതുപോലെ കുറെ PR ഏജൻസികളുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോ CPMന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത്. CPMന്റെ സെക്രട്ടേറിയറ്റ് കൂടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ മന്ത്രിമാർ കൂടിച്ചേർന്നിട്ടാണ്. ഇതൊന്നുമല്ല. കേരളത്തിൽ നടക്കുന്ന പിണറായി വിജയന്റെ PR ഏജൻസികളുണ്ട്. അവർ പറയും അദ്ദേഹത്തോട് ഇത് നടത്തോ. ഇപ്പോ അയ്യപ്പ സംഗമ, കുറച്ചേ ന്യൂനപക്ഷ സംഗമാണ്. ഇങ്ങനെ വിവിധങ്ങളായ സംഗമങ്ങൾ നടത്താൻ വേണ്ടി നിശ്ചയിക്കുന്നത് ഇവിടെയുള്ള PR ഏജൻസികളാണ്. ആ PR ഏജൻസികൾ നിർണയിച്ചു കൊടുക്കുന്ന സംഗമങ്ങൾക്ക് പുറകെ പിണറായി വിജയൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ പേരിൽ ഈ നാട്ടുകാരോട് സമാധാനം പറയേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെട്ടവരാണ് ഈ നാട്ടിലെ സഖാക്കൾ എന്നതിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളോട് സങ്കടമുണ്ട്. എന്തൊരവസ്ഥയാണ്. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി പാസ്സാക്കിയോ അയ്യപ്പ സംഗമം നടത്തിയേ തീരുവെന്ന്? നിങ്ങൾ പാസ്സാക്കിയില്ലെങ്കിലും നിങ്ങൾ പാസ്സാക്കിയാലും അത് നടപ്പിലാക്കപ്പെടുമെന്നുള്ളതാണ് ഈ നാടിന്റെ ഗതി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമം നടന്നു.
അയ്യപ്പ സംഗമത്തെ കുറിച്ച് ചർച്ചകളാണ് മൊത്തം. അവിടെ ആളുകൾ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന ചർച്ചയാണ്. ഗോവിന്ദ മാഷ് പറയത് അവിടെയുള്ള കസേര, ഒഴിഞ്ഞു കിടക്കുന്ന കസേരയുടെ ചിത്രമെടുത്ത ആരാണ്? അത് AI ആണെന്നാണ്. ഇതിനു പുറകിൽ AI ആണെന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ഇത് കേട്ടപ്പോ അപ്പുറത്തൊരു കൂട്ടർ ചിരിക്കുന്നു. ആരാന്നറിയോ? ആ ജമാഅത്തെ ഇസ്ലാമിക്കാരാ. ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചിരിക്കാം. കാരണം കഴിഞ്ഞ കുറെ 5-6 മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ MV ഗോവിന്ദൻ എന്ന് പറയുന്ന സഖാവ് ഞങ്ങളുടെ ഏതെങ്കിലും സംവിധാനത്തിന്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ലെന്ന് തുറന്നു പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അത് അയ്യപ്പ സംഗമത്തിലെ കസേരയില്ലാത്ത കാര്യത്തെ കുറിച്ച് മാത്ര. മുമ്പ് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയപ്പോഴും പറഞ്ഞു അതിന്റെ പുറകിൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കുമോ എന്നാ ചോദിച്ചത്. ഇവിടുത്തെ സാധാരണ വ്ളോഗർമാർ അങ്ങനെ കുറെ ട്രോളിറക്കിയിരുന്നു. ഇങ്ങനെ പറയുമ്പോ നമ്മൾ വിചാരിക്കും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുകയല്ലേ, അത് അവർ ഭീകരവാദികളായതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അറിയണം, കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി പിണറായി വിജയൻ ഈ നാടിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണത്. ഞാൻ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നീചനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. എന്താ കാരണം? നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ സഞ്ചരിച്ചു നോക്കൂ. ഇത്രമാത്രം മതസ്പർദ്ധ 9.5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടോ? ഇത്രമാത്രം വിഭാഗീയത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്രമാത്രം വിദ്വേഷ പ്രചാരം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇത്രമാത്രം RSSന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? ഇത്രമാത്രം BJPയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? എന്തിനേറെ പറയും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP ഉണ്ടായില്ലേ BJPക്ക്? എന്താ കാരണം? ഇതിന്റെ എല്ലാം കാരണം തങ്ങളുടെ പാർട്ടിയെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് RSSന്റെ മുമ്പിൽ തലകൊണ്ടുപോയി വെച്ചിട്ടുള്ള പിണറായി വിജയൻ സഖാവ് കേരളത്തെ ഒറ്റുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളം സഞ്ചരിച്ചുകൊണ്ട് അങ്ങോട്ടാ കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട്. അതുകൊണ്ട് പറയുന്നു, ഈ കേരളം കണ്ട ഏറ്റവും നീചനായ മുഖ്യമന്ത്രി എന്ന് ചരിത്രം പിണറായി വിജയനെ എഴുതി വെക്കും എന്ന് വെൽഫെയർ പാർട്ടി പറയുകയാണ്. അങ്ങനെയാണ് കേരളത്തിന്റെ പോക്കെന്ന് പറയുന്നത്. ഇപ്പൊ ആലോചിച്ചു, ഇപ്പോ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പറയുന്നത്. ആരുടെ കൂടെ സഞ്ചരിക്കുന്നത്? പണ്ട് ഒരു കയ്യിൽ സ്റ്റാലിനും ഒരു കയ്യിൽ ലെനിനും എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. ഇപ്പോ ഒരു കയ്യിൽ വെള്ളാപ്പള്ളിയും മറുകൈയിൽ യോഗി ആദിത്യനാഥുമാണ് പിണറായി വിജയന്റെ കയ്യിലുള്ളത്. ആരാ വെള്ളാപ്പള്ളി നടേശൻ? നമ്മൾ ആലോചിക്കണ്ടേ? കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിന്റെ എവിടെങ്കിലും വാ തുറന്നാൽ ദുർഗന്ധം മാത്രം വമിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ ശ്വാസം മുട്ടുന്നു എന്നാ പറഞ്ഞ്. അവിടെ മൊത്തം മുസ്ലിങ്ങൾ സമ്പത്ത് തട്ടിക്കൊണ്ടുപോകുന്നു, ഉദ്യോഗം കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നിരന്തരമായി വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ട് കേരളത്തിന്റെ മതസ്പർദ്ധ വളർത്താൻ, വിഭാഗീയത വളർത്താൻ, വിദ്വേഷം വളർത്താൻ RSSന്റെ ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റിയിട്ട് ഭാര്യാഭർത്തൃ ബന്ധമുള്ളതുപോലെ കമിതാക്കളെ പോലെ നടന്നുപോയി എന്നാണ് പത്രമാധ്യമം വിലയിരുത്തിയത്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയിട്ടാണ് ഇപ്പൊ സഞ്ചാരം. അത് മാത്രമാണോ? ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ശിഹാബ് തങ്ങളെ കുറിച്ച്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞു, കേരളത്തിന്റെ യോഗി ആദിത്യനാഥാണ് ശിഹാബ് തങ്ങളെന്നും. നമ്മളെന്താ വിചാരിച്ച? ശിഹാബ് തങ്ങളെ കുറിച്ച് ഇതാ യോഗി എന്ന് പറഞ്ഞ ക്രൂരനായ മനുഷ്യന്മാരെ കൊല്ലുന്നു, ദളിത് പെൺകുട്ടികളെ പിടിച്ചുചീന്തുന്നു, അവർക്കെതിരെ അവിടുത്തെ കുറ്റവാളികൾ കേസെടുക്കുന്നില്ല, നാവരിഞ്ഞു കളയുന്നു, ചുട്ടികരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന യോഗി ആദിത്യനാഥിനെ അദ്ദേഹത്തോട് ഉപമിച്ചുകൊണ്ട് ശിഹാബ് തങ്ങളെ ഇതാ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നുവെന്ന് എല്ലാ അർത്ഥത്തിലും പറഞ്ഞവരാണ് നമ്മൾ. അതേ യോഗി ആദിത്യനാഥിനെയാണ്
ഇപ്പോ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സാക്ഷാൽ പിണറായി വിജയനും അതുപോലെ തന്നെ മന്ത്രി വാസവനും ഇന്ന് അവിടേക്ക് ആശംസകൾക്ക് വേണ്ടി ആനയിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊരു വിരോധാഭാസമാണ്. നമുക്ക് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് വാസവൻ എന്ന നല്ല വാസനയുള്ള മന്ത്രിയാ. അദ്ദേഹം എവിടെയെങ്കിലും എനിക്ക് തോന്നുന്ന വകുപ്പ് എന്താ നോക്കിയപ്പോ സഹകരണ വകുപ്പ്, ദേവസ്വം വകുപ്പ്, ടൂറിസം കുറെ വകുപ്പുകളുണ്ട്. ഞാൻ പറയുന്നത് മന്ത്രി വാസവന്റെ വകുപ്പ് ഇന്ന് സെപ്റ്റിക് ടാങ്കിന്റെ വകുപ്പാണ് കേരളത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയോ? എവിടെയെങ്കിലും ഇടക്കൊക്കെ ഒന്ന് ചില സെപ്റ്റിക് ടാങ്കുകളൊന്ന് പൊട്ടും, അപ്പോഴേക്കും ഓടിച്ചു വിടും. അത് PC ജോർജ് വാ തുറന്നാൽ, ഇപ്പുറത്ത് ബിഷപ്പ് വാ തുറന്നാൽ അവരൊക്കെ ഇങ്ങനെ വിദ്വേഷങ്ങൾ പ്രസരിപ്പിച്ച് ഇവിടെ ആ അന്തരീക്ഷം കലുഷിതമാക്കുമ്പോ അപ്പോഴേക്കും ഇത് അവിടേക്ക് പാഞ്ഞെത്തു മന്ത്രി വാസവൻ. ആ സെപ്റ്റിക് ടാങ്കിന്റെ ഓട്ടയടക്കാൻ വേണ്ടിയിട്ട് ഈ വാസവനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ആലോചിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കേട്ടില്ലേ, അദ്ദേഹം എന്തൊരു ആത്മാർത്ഥത വായിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡിയർ വാസവൻ ജി. ആ ജീവിളി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ജനങ്ങൾ പുച്ഛിച്ച് വിളിക്കുന്ന വിളിയാണ് സഖാവേ. ആ വിളിയെ കുറിച്ചാണ് വാസവൻ ജി. അത് വേറെന്തോ ഭാഷയാ പറയണ്ടേ, നമുക്ക് പറയാൻ പറ്റാത്തോണ്ട് പറയുന്നില്ല. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വാസവൻജി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി വായിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരനായിട്ടുള്ള, ഇപ്പോഴും സംസ്ഥാനങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, മതസമുദായങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണ്. അതും പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതാണ്. കേരളം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടെയാണ് ഇവിടെയുള്ള പോലീസുകാർക്ക് മനോവീര്യം നഷ്ടപ്പെട്ടു പോകും. പണ്ട് ഇന്ത്യൻ സൈന്യത്തെ കുറിച്ച് നമ്മൾ കേട്ട ഇതേ വാക്ക് തന്നെയാണ്. എന്താ പറഞ്ഞതറിയോ? കാശ്മീരിലെ കാശ്മീരിലെ സ്ത്രീകളെ ധാരാളമായി ബലാത്സംഗം ചെയ്യുന്നു. ആര്? ഇന്ത്യൻ പട്ടാളം. അതേക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോ നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് പട്ടാളക്കാരുടെ മനോവീര്യം തകർക്കരുത് എന്നാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതേ ഭാഷയാണ് ഇപ്പോ ഇടയ്ക്ക് പോലീസുകാരൊക്കെ ഇടിക്കും. ആ ഇടിക്കാൻ അവസരം കൊടുക്കണം, അവരോട് ചോദ്യം ചോദിച്ച് നിങ്ങളുടെ മനോവീര്യം തകർത്തു കളയരുത് എന്ന് പിണറായി വിജയൻ നമ്മോട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മനോവീര്യം തകർന്നു പോയില്ലേ നമ്മുടെ വിഷയമല്ല. പോലീസുകാർ മര്യാദക്കല്ലെങ്കിൽ, നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ജനാധിപത്യ സമൂഹം നിങ്ങളെ ശക്തമായി ചോദ്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ലെന്ന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രമാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശന്റെ സാമുദായിക ധ്രുവീകരണത്തെ അദ്ദേഹം പിന്തുണക്കുകയാണ്. ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ ആശീർവാദത്തോടുകൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയുള്ള മുഴുവൻ വർഗീയ പ്രസ്താവനകളും എന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു വസ്തുതയാണ്. ഒരു അനുവാദവുമില്ലാതെ ഇപ്പോ അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോ അദ്ദേഹത്തിന്റെ പുറകെ പോകാൻ വേണ്ടി ധാരാളം ഹിന്ദുവിശ്വാസം ഉണ്ടാകുന്നു. അവരെ തടുത്തു നിർത്താൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഇപ്പൊ അയ്യപ്പ സംഘമൊക്കെ. ഇങ്ങനെ RSSനെ പ്രതിരോധിക്കുവാനും BJPയെ പ്രതിരോധിക്കുവാനും ആണ് നിങ്ങളുടെ ഈ പേക്കൂത്ത് നടത്തുന്നതെങ്കിൽ ഞാൻ ഉറക്കെ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ പരാജയമാണ്. RSSനെയും BJPയെയും പ്രതിരോധിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടയുമില്ല. നിങ്ങൾ കഴിയില്ല. അതുകൊണ്ട് ഭരണകൂടം ഉണ്ടായിട്ട് പോലും നിങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കേവലം വോട്ട് രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ കണ്ട് ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെയുള്ള മതവിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മതവിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളുമെല്ലാം ഈ ഭരണകൂടത്തോട് ചോദ്യമുയർത്തേണ്ടുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധ സംഗമം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം സഖാക്കളുണ്ട്. ഞാൻ പറയുന്നത്, ഇനിയൊരു ഭരണം, ഇവിടെയുള്ള നാറിയ ഭരണം മാറിപ്പോകണം. ഇനിയൊരു ഭരണം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകരുത്.
എന്നാഗ്രഹിക്കുന്ന ധാരാളം സഖാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അവർ യോഗി ആദിത്യനാഥ് ഇഷ്ടപ്പെടുന്നവരല്ല. അവർ വെള്ളാപ്പള്ളി നടേശന്റെ വംശവർഗീയമായ പ്രസ്താവനയെ ഇഷ്ടപ്പെടുന്നവരല്ല. അവർ മന്ത്രി വീണയുടെ ആരോഗ്യരംഗ തള്ളലുകൾ ഇഷ്ടപ്പെടുന്നവരല്ല. അവരുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ലഭിക്കുന്ന മാസപ്പടി ഇഷ്ടപ്പെടുന്നവരല്ല. ഇവിടെ സഹകരണ ബാങ്കുകളിൽ അഴിമതിയുണ്ട് എന്ന് ബോധമുള്ളവരാണ്. ഇവിടെ ഒത്തുകളിച്ചിട്ടാണ്, ഡീലുണ്ടാക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ബോധമുള്ളവരാണ്. ADGP അജിത് കുമാർ അദ്ദേഹം ഒത്തുകളിച്ചിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ബോധ്യമുള്ളവരാണ്. അങ്ങനെയുള്ള സഖാക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചോദിക്കാൻ മടിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഉയർത്താൻ മടിക്കുന്ന ശബ്ദമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമായും നിങ്ങൾക്ക് വേണ്ടിയ ശബ്ദമായും ജനാധിപത്യത്തിന്റെ അവസാനിക്കാത്ത നാവായും അവസാനിക്കാത്ത പ്രതീക്ഷയായും തെരുവിലും നിങ്ങൾക്കിടയിലും ഈ സാമൂഹിക പ്രസ്ഥാനം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകും. സഖാക്കളെ, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ ചോദ്യം, ഈ പ്രതിഷേധം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംവദിക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ.